അവർ പോയതും മരിയ തൻ്റെ മകൾക്ക് എതിരെ തിരിഞ്ഞു. സോണി, നീ നീ എന്തേലും ചെയ്തിട്ടുണ്ടോ? നിനക്കിതിൽ പങ്കുണ്ടോ? അവർ സംശയത്തോടെ തൻ്റെ മകളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മമ്മിയുടെ മുൻപിൽ വെച്ച് തന്നെയല്ലേ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവരോട് പറഞ്ഞത്. പിന്നെ എന്തിനാ എന്നോട് ചോദ്യങ്ങളുമായിട്ട് വരുന്നത്? അവൾ തിരികെ ദേഷ്യത്തോടെ തൻ്റെ മമ്മിയോട് മറുപടി പറഞ്ഞു. അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ചാർലി പറഞ്ഞതുപോലെ അവനെ നേടാൻ വേണ്ടി നീ എന്തും ചെയ്യും. അതാ കുട്ടിയെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അവർ തിരികെ അവളെ നോക്കി പറഞ്ഞു. അത്രയൊക്കെ മമ്മി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എന്തിനാ എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? ഇത് ഞാൻ തന്നെയാ ചെയ്തതെന്നങ്ങ് കൂട്ടിക്കോ. അവൾ പരിഹാസത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി. ആ മനുഷ്യൻ പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ? നീയാണിതിൻ്റെ പിന്നിലെന്ന് അവന്മാരറിഞ്ഞ പിന്നെ നിന്നെ ബാക്കി വെച്ചേക്കില്ല സോണി. എൻ്റെ മകളെന്ന് പറയാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. സ്വാർത്ഥത കൊണ്ട് നീ നിന്നെ തന്നെ ഇല്ലാതാക്കരുത്. കൈകൾ കൂപ്പി യാചിക്കുന്നത് പോലെ അവളുടെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ മാത്രം മകളായിട്ട് മതിയെന്ന് നിങ്ങൾ തീരുമാനിച്ചതല്ലേ? ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അവൾ തിരികെ ചോദിച്ചതും അവർ വല്ലാതെയായി. താൻ ആദ്യമായി പ്രസവിച്ച കുഞ്ഞിൻ്റെ കാര്യം അവരുടെ മനസ്സിലേക്ക് വന്നു. കൈകൾ തൻ്റെ വയറ്റിലേക്ക് നീണ്ടു. ചെയ്തു പോയ ആ പാപത്തെ ഒരു നിമിഷം അവർ പഴിച്ചു. എനിക്കാരെയും പേടിയില്ല. എൻ്റെ പപ്പ ഉള്ള കാലത്തോളം പേടിക്കേണ്ട കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. അതും പറഞ്ഞ് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ അവിടെ നിന്നും തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ക്രിസ്റ്റി റോഡിൻ്റെ ഒരു സൈഡിലേക്ക് വണ്ടി നിർത്തി. ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്? അവളുടെ ഫോണെങ്കിലും അവളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താമായിരുന്നു. ഇത് എവിടെ നിന്നാ തുടങ്ങേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോടാ ചാർലി. ക്രിസ്റ്റി ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ചാർലി മറ്റൊരു മാനസികാവസ്ഥയിലായിരുന്നു. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും യാതൊരു പിടിയും കിട്ടിയിരുന്നില്ല. ചേട്ടായി, പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ റയാൻ വിളിച്ചു. എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരെല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. പള്ളിയുടെ അടുത്ത് ഏതെങ്കിലും വീട്ടിലെ ക്യാമറ ഉണ്ടോയെന്നൊന്ന് അന്വേഷിച്ചാലോ? ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും സൂചന കിട്ടാതിരിക്കില്ല. റയാൻ അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും എല്ലാവർക്കും അത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നി. മാത്രമല്ല ചാർലി, നമ്മളിങ്ങനെ ഒറ്റ ദിശയിൽ ഒന്നിച്ചു കുട്ടികളെ തപ്പിയിറങ്ങിയിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെയും അവരെപ്പറ്റി ഒരു സൂചന പോലും കിട്ടിയിട്ടുമില്ല. ആ സ്ഥിതിക്ക് നമ്മൾ രണ്ടായി അന്വേഷിക്കുന്നതല്ലേ നല്ലത്? ഒരേ ദിശയിൽ അന്വേഷിച്ചു പോകുന്നത് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തും. പപ്പ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. അതേ ചേട്ടായി, ഞാനും പപ്പയും കൂടി വേറെ വഴിക്ക് അന്വേഷിക്കാം, റയാനും പറഞ്ഞു. ചേട്ടായി, ഞങ്ങളെ വീടിന് മുൻപിൽ ഇറക്കിയിട്ട് നേരെ പള്ളിയിലേക്ക് പോയിക്കോ. അവിടെ ചെന്ന് അടുത്തുള്ള വീടുകളിലൊന്ന് അന്വേഷിക്കാൻ എവിടെയെങ്കിലും CCTV ക്യാമറ ഉണ്ടെങ്കിൽ പള്ളിയുടെ ബാക്ക് സൈഡ് കാണാൻ പറ്റുമെങ്കിൽ നമുക്കറിയാം അതിലെവിടെയെങ്കിലും ഏട്ടത്തിയും കുഞ്ഞിനെയും. റയാൻ പറഞ്ഞതും അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ശേഷം അവരെ വീടിന് മുൻപിലേക്ക് ഇറക്കിയിട്ട് ചാർലിയും ക്രിസ്റ്റിയും കൂടി പള്ളിയിലേക്ക് തിരിഞ്ഞു. ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനിരിക്കുകയായിരുന്നു ആദം. എന്നാൽ അവരെ രണ്ടുപേരെയും കാണുന്നില്ല എന്നറിഞ്ഞതും അവൻ അത് മതിയാക്കി വീട്ടിലേക്ക് പോയിരുന്നു. ചാർലി അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ തോന്നിയ സംശയം റിൻസിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ദേഷ്യത്തോടെ പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് ചെന്നത്. കോളിംഗ് ബെൽ അടിച്ചതും അവൻ്റെ മമ്മിയാണ് വന്ന് വാതിൽ തുറന്നത്. മീറ്റിംഗ് എത്ര പെട്ടെന്ന് കഴിഞ്ഞോ മോനെ? അവർ സംശയത്തോടെ അവനോട് ചോദിച്ചു. അവളെവിടെ മമ്മി? അവൻ തിരികെ അവരോട് ചോദിച്ചു. അവൾ മുറിയിൽ കാണും, എനിക്കറിയില്ല. ഞാൻ വന്നപ്പോൾ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അവർ മറുപടി പറഞ്ഞതും അവരോട് ഒന്നും തന്നെ പറയാൻ നിൽക്കാതെ അവൻ ദേഷ്യത്തോടെ അവൻ്റെ മുറിയിലേക്ക് ചെന്നു. അവൻ ചെന്നപ്പോൾ അവൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. റിൻസി! അവൻ കൈകൾ മുഷ്ടി ചുരുട്ടി ദേഷ്യത്തോടെ വിളിച്ചു. അത് കേട്ടതും ഫോണിൽ നിന്നും തലയുയർത്തി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ദേഷ്യത്തോടെ ചെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളെ കട്ടിലിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. എന്താ ആദം, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തേ കാണിക്കുന്നേ? അവളും തിരികെ ദേഷ്യത്തോടെ അവനെ നോക്കി ചോദിച്ചു. ഒന്നും അറിയാത്തതുപോലെ നീ എൻ്റെ മുമ്പിൽ അഭിനയിക്കരുത് റിൻസി. ശീതളും കുഞ്ഞും എവിടെ? നീയും നിന്റെ അപ്പനും അമ്മായിയപ്പനും കൂടി ചേർന്ന് അവരെ എവിടേക്കാ മാറ്റിയത്? അവൻ ദേഷ്യത്തോടെ അവളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ജസ്റ്റ് ലീവ് മീ ആദം. അവരെവിടെയൊക്കെ പോയെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്നോട് പറഞ്ഞിട്ടാണോ അവർ പോയത്? വീണ്ടും ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ഡി, എൻ്റെ മുമ്പിൽ നീ അഭിനയിക്കരുതെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. മര്യാദയ്ക്ക് പറഞ്ഞോ നീ നിന്റെ ആൾക്കാരും കൂടി ചേർന്ന് അവരെ രണ്ടുപേരെ എവിടേക്കാ മാറ്റിയത്? എനിക്ക് നന്നായിട്ടറിയാം ഇതിൻ്റെ പുറകെ നിന്റെ കൈകളാണെന്ന്. പറയടി, ഞാൻ അവരുടെ പുറകെ പോകുമെന്ന് കരുതിയിട്ടല്ലേ നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? അവൻ അമർഷത്തോടെ അവളെ നോക്കി പറഞ്ഞു. വേദനിക്കുന്നുണ്ട് ആദം, എൻ്റെ മുടിയിൽ നിന്നും വിടാനാ പറഞ്ഞത്. അവൾ അവനെ തള്ളി മാറ്റാൻ ഒരു ശ്രമം നടത്തി നോക്കി. എന്നാൽ ദേഷ്യത്തോടെ ബലമായി അവളെ പിടിച്ചിരിക്കുകയായിരുന്നു അവൻ. രണ്ടുപേരുടെ ഒച്ചയെടുപ്പ് കേട്ട് അവൻ്റെ മമ്മി അവിടേക്ക് കയറി വന്നു. പോരുകോഴികളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയായിരുന്നു അവർ രണ്ടുപേരും. അവളുടെ മുടി കുത്തിപ്പിടിച്ചിരിക്കുകയാണ് അവൻ. ആദം! അവൻ്റെ മമ്മി ദേഷ്യത്തോടെ വിളിച്ചതും ആദം അവരുടെ മുഖത്തേക്ക് നോക്കി. ശേഷം അവളെ വിട്ടു. അവളൊന്ന് ശ്വാസം എടുത്തുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി. അമ്മയും മോനും കൂടി എന്നെ കൊല്ലാൻ ഇറങ്ങിയതാണോ? അവൾ അമർഷത്തോടെ അവരെ നോക്കി ചോദിച്ചു. അത് കേട്ടതും അവൻ്റെ മമ്മി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ അത് ഇതൊക്കെ? നീ എന്തിനാണ് അവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവർ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ശീതളിനെ കുഞ്ഞിനെ രാവിലെ പള്ളി വെച്ച് കാണാതായി. ഇവളറിയാതെ അവർക്കൊന്നും തന്നെ സംഭവിക്കില്ല. ഇവളും ഇവളുടെ അപ്പനും എൻ്റെ അപ്പനും കൂടി ചേർന്നായിരിക്കും ഇതിന് പിന്നിൽ.
അറിയാം അവരെ രണ്ടുപേരെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയതെന്ന്. അവൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി. ദേ, അനാവശ്യം പറയരുത് ആദം. നീ കണ്ടോ അതിന് പിന്നെ ഞങ്ങളാണെന്ന്? അവളുടെ കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയതിന് നീ എൻ്റെ മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യമില്ല. അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ചി, നിർത്തടി. നിന്റെ അഭിനയമൊക്കെ നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതൊക്കെ നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ ചെലവാകുമായിരിക്കും. പക്ഷെ ആദത്തിൻ്റെ അടുത്ത് വേണ്ട. നിന്നെ നന്നായിട്ട് എനിക്ക് മനസ്സിലാകൂടി. കുഞ്ഞിനെ തിരക്കി പോകുമെന്നുള്ള ഒറ്റ വാശിക്കായിരിക്കും നീ അവളെയും കുഞ്ഞിനെയും അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മര്യാദയ്ക്ക് നിനക്ക് പറയുന്നതാ നല്ലത്. എവിടെയാണ് അവരെ രണ്ടുപേരെയും കൊണ്ടുപോയിരിക്കുന്നത്? അവൻ ദേഷ്യത്തോടെ വീണ്ടും അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആഹ് ആദം, മുടിയിൽ നിന്ന് വിടാൻ, അവൾ അമർഷത്തോടെ അവനോട് പറഞ്ഞു. അവൻ അവളുടെ മുടിയിൽ നിന്നും വിട്ടതിനു ശേഷം അവളുടെ കവളിൽ ആഞ്ഞടിച്ചു. തലങ്ങും വിലങ്ങും അവൻ അടിച്ചുകൊണ്ടേയിരുന്നു. ആദം, എന്താ ഇത്? ആ പെണ്ണ് ചത്തുപോകും. അവൻ്റെ മമ്മി അവനെ എന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ തല്ലുന്നത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി. മമ്മി മാറി നിൽക്ക്. ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളെ പൊതിരെ തല്ലാൻ തുടങ്ങി. ഏതോ വാക്കിന് തരം കിട്ടിയപ്പോൾ അവൾ തിരികെയും അവൻ്റെ കവളിലേക്ക് ആഞ്ഞടിച്ചു. അവൻ്റെ മമ്മി ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ കവളിലടിക്കുന്നത് അവർ കാണുന്നത്. അവർ വാപൊത്തിപ്പോയിരുന്നു അവളുടെ അടി കണ്ടപ്പോൾ. എന്നാൽ അവൻ കവളിൽ കൈവച്ചുകൊണ്ട് തിരികെ അവളെ നോക്കി. ഇനി നീ എൻ്റെ ശരീരത്തിൽ കൈവച്ചാ? ഒരു ഭ്രാന്തിയെ പോലെ അവൻ്റെ മുൻപിൽ കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ വിട്ടുകൊടുക്കാൻ അവനും ഒട്ടും തയ്യാറായിരുന്നില്ല. അവൻ വീണ്ടും അവളുടെ കവളിലേക്ക് അടിച്ചതും അവൾ കട്ടിലിലേക്ക് ചെന്ന് വീണു. അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് അവൻ അവളെ അടുപ്പിച്ചു. നിനക്ക് ചാവണ്ടെങ്കിൽ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? കുഞ്ഞിനെയും അവളെയും കൂടി നീ എവിടേക്കാ മാറ്റിയത്? അവൻ വീണ്ടും ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. അത് കേട്ടതും ഒരു ഭ്രാന്തിയെപ്പോലെ വല്ലാത്തൊരു രീതിയിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു. പറയടി, അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ആദം വീണ്ടും ചോദിച്ചു. നീ ഇനി ഒരിക്കലും അവരെ രണ്ടുപേരെയും കാണില്ല, അവൾ വല്ലാത്ത ഭാവത്തോടെ അവനോട് പറഞ്ഞു. അത് കേട്ടതും ആദത്തിൻ്റെ മമ്മിയെ ഞെട്ടിപ്പോയി. ഇത്രയും നേരം അവൾ അത് ചെയ്തിട്ടുണ്ടാവില്ല എന്നായിരുന്നു അവരും കരുതിയിരുന്നത്. എന്നാൽ അവളുടെ ഇപ്പോഴത്തെ സംസാരം കേട്ടപ്പോൾ അവൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് അവർക്ക് മനസ്സിലായി. മര്യാദയ്ക്ക് പറഞ്ഞോ നീ? വീണ്ടും അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നോട് അവരെ എന്ത് ചെയ്യാൻ വന്നിട്ടാ നീ അവരെ പുറകെ നടന്നിങ്ങനെ ഉപദ്രവിക്കുന്നത്? അവരെ രണ്ടുപേരെ ഇല്ലാതാക്കിയിട്ട് നിനക്ക് എന്താ നേട്ടം കിട്ടുന്നത്? ആ കുഞ്ഞോ ആ പെണ്ണോ നിന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ വരുന്നില്ലല്ലോ. അവൾ മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അതിനിടയിലേക്ക് നിനക്കെന്താ കാര്യം? ഇതുകൊണ്ടൊക്കെ നിനക്ക് എന്താ നേട്ടം കിട്ടുന്നത് റിൻസി? അവർ ദേഷ്യത്തോടെയും ദയനീയമായും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവരെനിക്കൊരു ശല്യമല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അവളെ അവിടെയാണ് ജീവിക്കുന്നതെങ്കിലും നിങ്ങളുടെ ഈ മോന് എപ്പോഴും അവളെയും കുഞ്ഞിനെയും പറ്റിയാ ചിന്ത. ഒരു തരം കിട്ടിയാ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും നിങ്ങളുടെ മോൻ. അവൾ വേറെ വിവാഹം കഴിച്ചെങ്കിലും കൊച്ചി ഇയാളുടെ അല്ലാതായിട്ട് മാറുന്നില്ലല്ലോ. ഇപ്പോഴും ആ കൊച്ചിൻ്റെ പുറകെയാണ് നിങ്ങളുടെ ഈ മോൻ പോകുന്നത്. അതെനിക്ക് ഇഷ്ടമല്ല, അവൾ വാശിയോടെ പറഞ്ഞു. അതിന് നിന്റെ ഇഷ്ടം ഇവിടെ ആര് നോക്കുന്നടി? നിന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. ഈ കഴുത്തി കിടക്കുന്ന മിന്ന് നീ എൻ്റെ അടുത്ത് നിന്നും ചോദിച്ചു വാങ്ങിയതല്ലേ. അത് ഞാൻ കെട്ടിയപ്പോൾ പോലും എൻ്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അവനും വാശിയോടെ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മോൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. എന്തായാലും അവളും കുഞ്ഞും എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞുപോയി. ഇനി നീ അവരുടെ പുറകെ പോകുന്നത് എനിക്കൊന്ന് കാണണം. അവൾ വല്ലാത്ത ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. പറയടി, നീ അവരെ എവിടേക്കാ കൊണ്ടുപോയത്? അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. പറയില്ല, അവൾ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടിട്ടും ആദത്തിൻ്റെ മമ്മി അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ അമർഷത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഇനി നിങ്ങൾക്കെന്താ വേണ്ടത്? എന്നെ തല്ലണോ അതോ എന്നെ കൊല്ലണോ? അവൾ പരിഹസിച്ചുകൊണ്ട് അവരെ നോക്കി ചോദിച്ചു. ഇനി ഞാനും കൂടി തല്ലിയ നീ ചത്തുപോകും. അവർ പറയുന്നത് കേട്ടതും അവൾ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്തിനാ കുട്ടി നീ ഇവൻ്റെ കയ്യിൽ നിന്നും തല്ലി വാങ്ങി ചാകാൻ നിൽക്കുന്നത്? താമ്പിള്ളേർ വേറെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ നീ ഇവൻ്റെ പുറകെ ഇങ്ങനെ? അവൻ്റെ ഇഷ്ടത്തിന് ഇനിയെങ്കിലും അവനെ അങ്ങ് വിട്ടുകൂടെ? നിവൃത്തിയില്ലാതെ അവർ ചോദിച്ചു. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് സ്നേഹമൊന്നും തരാറില്ലല്ലോ, നിങ്ങൾക്ക് യാതൊരുവിധ പരിഗണനയും തരാറില്ലല്ലോ. എന്നിട്ട് നിങ്ങളെന്താ വേറൊരാളെ തേടി പോകാത്തത്? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവെ ശരണമെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാ? അവൾ തിരികെ അവരോട് ചോദിച്ചതും അവർക്കതിന് ഉത്തരവില്ലായിരുന്നു. നിങ്ങൾക്കതിന് ഉത്തരവില്ല അല്ലേ? കാരണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ടല്ലേ നിങ്ങൾ വേറൊരാളെ തേടി പോകാത്തത്. അപ്പോൾ എൻ്റെ ഭർത്താവായ നിങ്ങളുടെ മകൻ എന്നെ മാത്രം സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണോ? ഞാൻ ആദത്തിനെ അത്രയും സ്നേഹിച്ചു പോയതുകൊണ്ടല്ലേ അവനെ സ്വന്തമാക്കിയത്. അവൾ തിരികെ അവരോട് ചോദിച്ചു. നീ എന്നെ സ്വന്തമാക്കിയ കഥയൊന്നും മമ്മിയുടെ മുമ്പിൽ വെച്ച് എനിക്ക് പറയാൻ കഴിയില്ല. നേരായ വഴി കൂടിയാണോ നീ എന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചത്? അവനാണ് അതിന് ഉത്തരം പറഞ്ഞത്. ഞാൻ പ്രണയിക്കുന്ന ഒരാൾ മറ്റൊരാളെ പ്രണയിക്കുമ്പോൾ പിന്നെ ഞാനെങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്? അതിലെനിക്കൊരു തെറ്റും ഇന്നുവരെ തോന്നിയിട്ടില്ല.
നീ അന്തസ്സുള്ളവനായിരുന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് നിലപാടും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് ആത്മാർത്ഥതയും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ ഒന്നും തന്നെ നിന്നെ ബാധിക്കില്ലായിരുന്നു. പക്ഷെ അവിടെ ഒരു നിമിഷമെങ്കിലും പണത്തോടുള്ള സ്വാർത്ഥത നിന്റെ കണ്ണ് മഞ്ഞളിപ്പിച്ചില്ലേ? അതുകൊണ്ടല്ലേ അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ നീ യാതൊരു കരുണയും കൂടാതെ തള്ളി പറഞ്ഞത്. എന്നിട്ട് നീ എൻ്റെ കഴുത്തിൽ മിന്നു കെട്ടിയത്. എന്നിട്ട് അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നാണക്കേടും കൂടാതെ അവളുടെ പുറകെ നടക്കുന്നത് എന്തുകൊണ്ടാ? എന്നെ കെട്ടിയിട്ട് ഒരു ദിവസമെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ? എന്നോട് നീ ഒന്ന് സ്നേഹത്തോട് സംസാരിച്ചിട്ടുണ്ടോ? നിനക്ക് തോന്നുമ്പോൾ വലിച്ചെറിയാനും പിന്നീട് ചേർത്ത് പിടിക്കാനുള്ളതല്ല പെണ്ണ്. എന്നിട്ട് നീ മാത്രം നല്ലവൻ ചമഞ്ഞാലോ? അവൾ തിരികെ അമർഷത്തോടെ അവനോട് ചോദിച്ചു. അതിനൊന്നും അവന് ഉത്തരം പറയാനുണ്ടായിരുന്നില്ല. സത്യത്തിൽ ആരുടെ ഭാഗത്ത് എങ്ങനെ നിൽക്കണമെന്ന് അവൻ്റെ മമ്മിക്കും മനസ്സിലായില്ല. പ്രിൻസി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ആ കുട്ടിയും ആ കുഞ്ഞും ഇന്ന് മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ കുടുംബത്തിലൊരു അംഗമാണ്. നിങ്ങളുടെയൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇല്ലാതാക്കാനുള്ളതല്ല അവരുടെ രണ്ടുപേരുടെയും ജീവിതം. ഞാൻ നിന്റെ കാല് പിടിക്കാം. എവിടേക്കാ അവരെ രണ്ടുപേരെയും മാറ്റിയത്? അവർക്ക് എന്താ സംഭവിച്ചത്? അവർ കൈകൂപ്പി അവളുടെ മുൻപിൽ യാചിക്കുന്നത് പോലെ ചോദിച്ചു. അവളും കുഞ്ഞും ഈ നാട് തന്നെ വിട്ടുപോയി കാണും ഇപ്പോൾ. ഞാൻ അവരെ അങ്ങ് വിറ്റു. അവൾ പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അവൻ്റെ മമ്മി അത് കേട്ടതും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് കട്ടിലിലേക്കിരുന്നു. അതം അവളെ പൊതിരെ തല്ലാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവൾ വല്ലാത്തൊരു മുഖത്തോടു കൂടി നിൽക്കുകയായിരുന്നു, ഒരു ഭ്രാന്തിയെപ്പോലെ.